നീ അറിയാതെ അവൻ എവിടേക്ക് പോവില്ല. എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. കണ്ടില്ലെന്നോ? നീ കള്ളം പറയാ. നിനക്കറിയാം അവൻ എവിടെ പോയെന്ന്. പറയടി. നീ പറയില്ലല്ലേ? എടോ സുബൈറേ, ഇവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. ഇവള് പിശാചു പിടിച്ച പെണ്ണ. ഇവൾക്കറിയാം അവൻ എവിടേക്കാ പോയതെന്ന്. പറയടി, പറയടി, എവിടെ പോയവൻ? എന്റെ മകനെന്ന് അവിടെ വന്നിട്ട് എവിടെ പോയി? പറയടി. അയ്യോ, പറയാൻ. അതെങ്ങനെ അറിയാം? മാറി നിന്നോളണം നീ. ഇല്ലെങ്കിൽ ചവിട്ടി ആട്ടിനാവ് കലക്കി കളയും ഞാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മകനും ഭ്രാന്താണ്. അവൻ കൂട്ടുകാർക്കൊപ്പം എവിടേക്കെങ്കിലും പോയതായിരിക്കും. ഇതിനു മുമ്പ് അവൻ ഇങ്ങനെയൊക്കെ പോക്കുണ്ടായിട്ടുണ്ടല്ലോ. ലഹരിക്ക് അടിമയായിട്ടുള്ളവരെ കൂട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ലല്ലോ. നീ മിണ്ടരുത്. നീ ഒറ്റൊരുത്തിയായി ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത്. അവനൊന്ന് തിരിച്ചു വന്നോട്ടെ. വന്നാൽ ആ നിമിഷം ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഇതെങ്ങാനും തടയാൻ വന്നാൽ 3 ശവങ്ങൾ ഇവിടെ വീഴും. നിന്നെയും കൊല്ലും, ഈ കിടക്കുന്ന നിന്റെ ബാപ്പച്ചിയെയും കൊല്ലും, പിന്നെ നിനക്കൊക്കെ കൂട്ടുനിൽക്കുന്ന ഈ എന്റെ ഭാര്യയെ കൊല്ലും. എന്നിട്ട് ഞാൻ ഈ വീടിന് തീ വെക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ശാരദ, നീ ഏത് സമയം ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കണ്ട. അല്ല, അത് ചോരക്കറയുടെ ഒരു ചെറിയ പാടെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം തീർന്നില്ല ഗോപാലേട്ടാ. ഒന്നും ഉണ്ടാവില്ല. ഞാൻ തന്നെ പലവട്ടം ഇത് കഴുകി വൃത്തിയാക്കിയതാ. ദേവിനെ ആരെങ്കിലും കണ്ടുവരുന്നതിന് മുന്നേ ഇവിടെ കയറി വന്നേ. ഗോപാലേട്ടാ, ആ ബോഡി അത് നിങ്ങൾ എവിടെ കൊണ്ട് കളഞ്ഞു? അതൊക്കെ ഞാൻ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടുണ്ട്. അതല്ല, എനിക്കത് അറിയണം.